ഈ രണ്ട് വെടിയും ചീറ്റിയപ്പോ മൂന്നാമതൊരു വെടിയുമായി ആ വെടി ആവിഷ്കരിച്ചത് ആരാണെന്നറിയോ? പണ്ഡിതൻ. ഏത് പണ്ഡിതൻ? ഐസക് പണ്ഡിതൻ. ഐസക് എന്ന് പറയുന്ന പണ്ഡിതന്റെ വക മൂന്നാമതൊരു കണ്ടുപിടുത്തം. മൂപ്പര് പറയുന്നത് ഒന്നല്ല, ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ 25% ഷെയർ ഉള്ള, അതായത് ഈ വിഴിഞ്ഞം തുറമുഖത്തിൽ 25% ഷെയർ ഉള്ള ഒരു കമ്പനിക്കും 250 കിലോമീറ്റർ ചുറ്റളവിൽ മറ്റൊരു തുറമുഖത്തിലും ഷെയർ എടുക്കാൻ പറ്റില്ല. ശ്രദ്ധിച്ചു കേൾക്കണേ. ഐസക് പറഞ്ഞതാണ് ഈ കരാറിൽ ഉള്ള ഒരു കാര്യമാണ്. വിഴിഞ്ഞത്ത് 25% കൂടുതൽ ഓഹരിയുള്ള, ഇതാണ് വിഴിഞ്ഞത്ത് 25% കൂടുതൽ ഓഹരിയുള്ള ഒരു കമ്പനിക്കും ഇതിന്റെ 250 കിലോമീറ്റർ വിസ്തൃതിക്കുള്ളിൽ, ദൂരപരിധിക്കുള്ളിൽ മറ്റൊരു തുറമുഖത്തിലും എന്ത് ചെയ്യാൻ പാടില്ല? ഷെയർ എടുക്കാൻ പാടില്ല. ഒന്നാമത്തെ ഒരു ക്ലോസ് ഇതിലുണ്ട്. ശരിയാണ്, ഇതിലുണ്ട്. പണ്ഡിതൻ പറഞ്ഞത് ശരിയാണ്. അങ്ങനെ ക്ലോസ് ഇതിലുണ്ട്. ആ ക്ലോസ് ഇതിൽ പ്രശ്നമില്ല. കാരണം ഇവിടെയുള്ള മറ്റേ ഈ പറയുന്ന അദാനി കമ്പനിക്കോ, അല്ലെങ്കിൽ അദാനി കമ്പനി ഈ പോർട്ടിന്റെ ഭാഗം, ഇവിടെ ഈ കപ്പൽ അടുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ MSC കമ്പനി 49% ഷെയർ ആണല്ലോ എടുത്തത്. ഈ 49% ഷെയർ എടുത്ത MSC കമ്പനിക്ക് 250 കിലോമീറ്റർ ചുറ്റളവിലുള്ള മറ്റൊരു തുറമുഖത്തിലും ഷെയർ എടുക്കാൻ പറ്റില്ല എന്നാണ് ഈ കരാറിലെ വ്യവസ്ഥ. ഇവര് വേറെ എവിടെയും അങ്ങനെ ഷെയർ എടുക്കാൻ വേണ്ടി പോകുമ്പോഴല്ലേ? അതല്ല, ഈ വ്യവസ്ഥക്ക് തൊട്ടു പിന്നാലെ മറ്റൊരു വ്യവസ്ഥ കൂടിയുണ്ട്. അതായത് മറ്റേതെങ്കിലും തുറമുഖങ്ങളിൽ, ശ്രദ്ധിക്കണേ, മറ്റേതെങ്കിലും തുറമുഖങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഈ 250 കിലോമീറ്റർ ദൂരത്തിനുള്ളിലുള്ള മറ്റേതെങ്കിലും തുറമുഖത്തിൽ 25% കൂടുതൽ ഓഹരി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 25% ഓഹരി ഉണ്ടെങ്കിൽ അത്തരം ഒരു കമ്പനിക്ക് വിഴിഞ്ഞത്ത് ഷെയർ കൊടുക്കാൻ പാടില്ല. ശരിയാണോ? പണ്ഡിതൻ പറഞ്ഞത് ശരിയാണ്. അപ്പൊ പണ്ഡിതൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വ്യവസ്ഥ അനുസരിച്ച് MSC കമ്പനിക്ക് ഇവിടുന്ന് ഷെയർ വിൽപ്പന നടത്താൻ പറ്റില്ല. അവിടെയല്ലേ പ്രശ്നം. MSC കമ്പനി ചോദിക്കാണ്, MSC കമ്പനിക്ക് എങ്ങനെയാണ് അദാനി 49% ഷെയർ വിൽക്കുക? കാരണം MSC കമ്പനിക്ക് തൂത്തുക്കുടിയിൽ ഒരു ടവർ ഉണ്ട്. അവിടെ ഒരു പ്രത്യേക, അവരുടെ ഏതാണ്ട് 80-100 മീറ്റർ എന്താ പറയാ നീളമുള്ള ഒരു പ്രത്യേക ഒരു ടെർമിനൽ അവിടെ അവർക്കുണ്ട്. അപ്പോൾ നമ്മൾ ആകെ അത്ഭുതപ്പെടുന്നു. തൂത്തുക്കുടിയിൽ ഒരു ടെർമിനൽ മൊത്തം എന്താ പറയണടോ? തൂത്തുക്കുടി തുറമുഖം എന്ന് പറഞ്ഞാൽ 250 കിലോമീറ്റർ ഇല്ല, 189 കിലോമീറ്റർ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ 250 കിലോമീറ്ററിന്റെ ഉള്ളിലുള്ള തൂത്തുക്കുടി തുറമുഖത്ത് ഒരു ടെർമിനൽ മൊത്തം ആർക്ക്? MSC കമ്പനിക്ക്. MSC കമ്പനിക്ക് എങ്ങനെയാണ് ഇവിടെ ഓഹരി വാങ്ങാൻ പറ്റുക? അല്ലേ? നമ്മളെ എന്താ പറയാ, പണ്ഡിതന്റെ ഒരു ഉൾക്കാഴ്ച ഉണ്ടല്ലോ. ഈ പണ്ഡിതൻ കഴിഞ്ഞ ദിവസം ഈ കാര്യം ഫേസ്ബുക്കിലായിട്ട് പറഞ്ഞു കൊടുപ്പം അന്തംഗമികൾ ആകെ ത്രില്ലടിച്ചു. കാരണം ആദ്യത്തെ രണ്ട് വെടി ചീറ്റി. ഇനി ആകെ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോഴാണ് ഈ പറയുന്ന പണ്ഡിതന്റെ വക ഈ ഒരു കണ്ടെത്തൽ. MSCക്ക് ഈ ഓഹരി വിൽക്കാനേ പറ്റില്ല. അത് കരാർ ലംഘനമാണ്. കരാറിൽ പറഞ്ഞിട്ടുണ്ട് 25% ഓഹരികൾ 250 കിലോമീറ്ററിനുള്ളിലുള്ള ഒരു തുറമുഖത്തും പാടില്ല. പക്ഷേ MSC കമ്പനിക്ക് തൂത്തുക്കുടിയിൽ എന്തുണ്ട്? ഒരു ടെർമിനൽ ഉണ്ട്. ടെർമിനലിന്റെ ആ അവകാശം അവർക്കാണ്, അതിന്റെ ഷെയർ അവർക്കാണ്. എങ്ങനെയുണ്ട്? ഇന്നത്തെ പത്രത്തിൽ, ഇന്നത്തെ ഈ പറയുന്ന അപ്പം ഗോവിന്ദന്റെ ലേഖനത്തിൽ ഉൾപ്പെടെ ഇതിന്റെ ഉൾപേജുകളിൽ കാരണഭൂതത്തിന്റെ P. രാജീവിന്റെ എല്ലാ അന്തംഗമ്മികളുടെയും പുതിയ ആയുധം അതാണ്. പണ്ഡിതന്റെ ഈ കണ്ടെത്തൽ. പറ്റില്ല. MSCക്ക് പറ്റില്ല. MSCക്ക് കൊടുക്കരുത്. കാരണം MSCക്ക് എങ്ങനെ കൊടുക്കുക? തൂത്തുക്കുടി ഉണ്ടോ? തൂത്തുക്കുടിയിൽ ഒരു ടെർമിനൽ മുഴുവൻ ഓർത്താടോ. എടോ പണ്ഡിത കേക്കടോ, എന്താ കരാറിലെ വ്യവസ്ഥ? എന്താണോ? 250 കിലോമീറ്ററിനുള്ളിലുള്ള മറ്റേതെങ്കിലും ഒരു തുറമുഖത്തിൽ 25% അതിൽ കൂടുതലോ എന്ത് പാടില്ല? ഓഹരി പാടില്ല. തൂത്തുക്കുടി തുറമുഖം കണ്ടിട്ടുണ്ടോ? തൂത്തുക്കുടി തുറമുഖം കണ്ടിട്ടുണ്ടോ? 1500ഓളം ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന തൂത്തുക്കുടി തുറമുഖം, അതിലെ ഒരു ടെർമിനൽ, എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു 2% ഇത്രയേ ഉള്ളൂ. അതിന്റെ ഒരു 2%
ഒരു 2% മൂല്യമേ MSC കമ്പനിക്ക് അവിടെയുള്ളൂ. അതാണ് താൻ 25% ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കിക്കണ്ട കേട്ടോ, അങ്ങനെ ഉണ്ടാക്കിക്കണ്ട പണ്ഡിത. ഈ പണ്ഡിതൻ പറയുന്ന ഈ വിവരക്കേടാണ് ഈ അപ്പൻ ഗോവിന്ദൻ ഈ ലേഖനത്തിലും കാരണഭൂതത്തിന്റെ പുതിയ പ്രസ്താവനകളൊക്കെ പറയുന്നത്. ഇതാ ഒരു വൻ സംഭവം. നിങ്ങൾ ഇതുവരെ പറഞ്ഞൊന്നുമല്ല, ഇതുവരെ കുടിച്ചതല്ല കള്ള്, കുടിക്കാൻ പോണതാണ് കള്ള്. എന്താണ്? അതാണ് MSC കമ്പനിക്ക് പറ്റൂല, MSC കമ്പനിക്ക് പറ്റൂല. ഓർക്ക് തൂത്തുക്കുടിയിൽ ടെർമിനൽ ഉണ്ടോ? എടോ, തൂത്തുക്കുടിയിലെ ടെർമിനൽ എന്ന് പറഞ്ഞാൽ ആ മൊത്തം തുറമുഖത്തിന്റെ ആ പോർട്ടിന്റെ ഒരു 2% വരുള്ളൂ. പഠിക്കടോ കാര്യം. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ കരാറിലെ ഈ കാര്യങ്ങളൊന്നും അറിയാതെ ആയിരിക്കോ ഈ പറയുന്ന MSCയും അദാനിയും തമ്മിൽ ഇങ്ങനെ ഒരു കരാറിലേക്ക് എത്തിച്ചേരുക? ഈ മണുഗുണാഞ്ചന്മാർക്ക് അത് നിങ്ങൾ അറിയണ്ടേ അല്ലേ? കരാർ ലംഘിച്ചാൽ ഇവര് പറയുന്നത് കരാർ ലംഘിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റേ എന്താണ് ദിവ്യ അല്ലെ, ദിവ്യായ സയ്യർ അവിടെ പ്രതിഷ്ഠിച്ചത് കരാർ ലംഘിക്കാതിരിക്കാനാണ്. എടോ, കരാർ ലംഘിച്ചാൽ കോടതി പോകടോ, കോടതിയിൽ പോകാം. കരാർ ലംഘിച്ചാൽ അദാനിയോ MSCയോ ആരെങ്കിലും ആവട്ടെ, ഈ കരാറിൽ ഉമ്മൻചാണ്ടി ഒപ്പിട്ട, കെ ബാബു ഒപ്പിട്ട, വാസവൻ ഒപ്പിട്ട, കാരണഭൂതം ഒപ്പിട്ട ഈ കരാറിലും അനുബന്ധ കരാറിലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ലംഘിച്ചാൽ അദാനിക്കെതിരെ MSC കമ്പനിക്കെതിരെ കോടതിയിൽ പോകാടോ. ഇതൊക്കെ ഈ MSC കമ്പനിക്കും അദാനിക്ക് അറിയില്ലേ? അവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു കോടതിക്കും എതിര് പറയാൻ പറ്റില്ല. അവർ വളരെ വ്യക്തമായി കരാർ പഠിച്ചിട്ടാണ്. അതിനുള്ള പ്രത്യേക സംവിധാനമൊക്കെ അവർക്കുണ്ട്. അവരാദ്യമായിട്ടല്ല ഒരു തുറമുഖ വ്യവസായം തുടങ്ങുന്നത്, ഒരു ഷിപ്പിംഗ് വ്യവസായം തുടങ്ങുന്നത്. അദാനി കമ്പനി ആവട്ടെ, MSC ആവട്ടെ, ലോകത്തിലെ ഈ വക ഷിപ്പിംഗ് മേഖല നിയന്ത്രിക്കുന്ന ഏറ്റവും വലിയ ഭീമന്മാരായ വ്യവസായികളാണ്. അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാം. അല്ലാതെ പണ്ഡിതന്റെ പോലെ, പണ്ഡിതൻ വലിയ അറിവാണല്ലോ പണ്ഡിതന്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, പണ്ഡിതൻ പണ്ട് പറഞ്ഞതാണ്, നരേന്ദ്രമോദി എന്ത് വിവരമില്ലാത്തവനാണ്, ഡിജിറ്റൽ പേയ്മെന്റ്, ക്യാഷ്ലെസ് പേയ്മെന്റ് നടക്കുക, എവിടെ നടക്കാൻ ഒരു ക്യാഷ്ലെസ് പേയ്മെന്റ് നടക്കില്ല. എങ്ങനെയാണ് ഗൂഗിൾ പേ വഴി ഈ പൈസ അയക്കാൻ ഈ പറയുന്ന മീൻ കച്ചവടക്കാർക്കോ അല്ലെങ്കിൽ പച്ചക്കറി കച്ചവടക്കാർക്കോ തെരുവോര കച്ചവടക്കാർക്കോ ഒക്കെ ഈ ക്യാഷ്ലെസ് പേയ്മെന്റ് എങ്ങനെ നടത്താനാണ്, എങ്ങനെയാണ് ഗൂഗിൾ പേ നടത്താൻ പറ്റുക? അതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ കാണുന്നു, തെരുവോര കച്ചവടക്കാർ മുഴുവൻ QR കോഡ് വെച്ചിട്ട് എല്ലാവരും GP നടത്തുന്നു, ഗൂഗിൾ പേ വഴി ട്രാൻസാക്ഷൻ നടത്തുന്നു എന്ന് പറഞ്ഞാൽ വിവരമില്ല. ഇവരാണ് സൈദ്ധാന്തികൻ. അപ്പൊ ഇവൻ പറഞ്ഞ മൂന്നാമത്തെ വെടിയും ഇതാ 24 മണിക്കൂർ കൊണ്ട് ചീറ്റിയിരിക്കുന്നു. ഇനിയിപ്പോ ഏത് വെടിയുമായിട്ടാണോ വരാൻ പോകുന്നത്? നിങ്ങൾ പറഞ്ഞ 3 വെടികളും ആദ്യം പറഞ്ഞു ഇത് കരാറ് നിയമാനുസൃതമല്ല, നേരത്തെ അറിയിച്ചു കേട്ടോ. രണ്ടാമത്തേത് കുത്തക. നിങ്ങൾ തന്നെയാണ് MSC കമ്പനിയെ കൊണ്ട് ക്ഷണിച്ചുകൊണ്ട് വന്നത്. ഇവിടെ ഒരു കുത്തകയില്ല, ആർക്ക് വേണം വരാം. നിങ്ങൾ ഈ കുത്തക എന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് MSC ഓടിക്കണം. MSC ഓടിച്ചാൽ ആകെ 4-5 കപ്പലുകൾ ഇവിടെ വരുള്ളൂ. 4-5 കപ്പലുകൾ ഒരു കൊല്ലം മുഴുവൻ 4-5 കപ്പലുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് വിഴിഞ്ഞം എന്ത് ചെയ്യാം, പൂട്ടിക്കെട്ടാം. നിങ്ങളുടെ ആഗ്രഹം അതാണ്, വിഴിഞ്ഞം പൂട്ടണം, വിഴിഞ്ഞം താഴിട്ട് പൂട്ടണം, അതാണ് നിങ്ങളുടെ ആഗ്രഹം. നടക്കില്ല കേട്ടോ. അപ്പോഴാണ് ഇതൊക്കെ ചീറ്റിയപ്പോഴാണ് ഈ പറയുന്ന പണ്ഡിതന്റെ വരവ്. MSCക്ക് അവിടെ ടെർമിനൽ, ഇവന്റെ വിചാരം ടെർമിനൽ എന്ന് പറഞ്ഞാൽ എന്തോ വലിയ പൂക്കുറ്റിയാണെന്നാണ്. അപ്പോഴാണ് കാര്യങ്ങൾ വിശദമായി പഠിക്കുന്ന ആൾക്കാർ പറയുന്നത് അവിടുത്തെ ആ മൊത്തം തുറമുഖത്തിന്റെ മൂല്യത്തിന്റെ ഒരു 2% പോലും വരില്ല അത്രേ ആ ഒരു ടെർമിനൽ എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. അതിനാണ് ഇവൻപെടുന്നത്. എന്താ ചെയ്യലേ? ഞാൻ ഈ ലേഖനത്തിലൂടെ മൊത്തം കടന്നു പോകുന്നില്ല. സൗകര്യമുള്ള ആൾക്കാർ അപ്പൻ ഗോവിന്ദൻ ഇത് തെറ്റായ വാർത്തകൾ കൊടുക്കുന്ന പത്രമാണെന്ന് പറഞ്ഞാലും അപ്പൻ ഗോവിന്ദന്റെ ലേഖനം തന്നെയുള്ള സ്ഥിതിക്ക് അന്തംഗമ്മികൾ ഇരുന്നും കണ്ട് മൊത്തം വായിച്ചിട്ട് ആത്മരതി നടത്തിക്കോ. അത്രേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളൊന്നും നന്നാവില്ല. അപ്പൻ ഗോവിന്ദൻ നന്നാവില്ല, കാരണഭൂതവും നന്നാവില്ല, ഈ പറയുന്ന എന്താ പറയാ ശാസ്ത്രജ്ഞൻ പണ്ഡിതനും നന്നാവില്ല. കാരണം അവർക്കൊക്കെ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നാട് നന്നാവരുത്. അത് മാത്രം, കേരളം നന്നാവരുത്, കേരളം വികസിക്കരുത്. കേരളം ഇങ്ങനെ കുത്തുവാളെടുത്ത് കടത്തിൽ നിന്ന് കടത്തിലേക്ക് മുങ്ങിയിട്ട് ഇവിടെ ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻകിലാബ് വിളിക്കാൻ കുറെ പാവം മനുഷ്യർ വേണം അല്ലേ? നടക്കില്ല. കാരണം ഇതാ നല്ല ഇച്ഛാശക്തിയുള്ള എങ്ങനെ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകണം, ഈ കടക്കണിയിൽ നിന്ന് എങ്ങനെ കേരളത്തെ രക്ഷിക്കണം എന്ന് വളരെ വ്യക്തമായ പ്ലാനുകളോടെയാണ് UDF ഭരണം ഇവിടെ കഴിഞ്ഞ 1.5 മാസമായി നടക്കുന്ന പ്രവർത്തനങ്ങൾ കണ്ടാൽ തന്നെ നമുക്കറിയാം ഇത് കഴിഞ്ഞ 10 വർഷത്തെ മണുഗുണാഞ്ചന്മാരുടെ ഭരണമല്ല എന്ന് നമുക്ക് വളരെ കൃത്യമായ സൂചനകളാണ് VD സതീശൻ നൽകിയിരിക്കുന്നത്. ഇന്നിറങ്ങിയ പത്രങ്ങളിൽ ഞാൻ ആദ്യമായി പരിശോധിച്ച അല്ലെങ്കിൽ ആദ്യമായി വളരെ കൃത്യമായി വായിച്ച പത്രം ദേശാഭിമാനിയാണ്. ഗോവിന്ദ മാഷ് എന്തൊക്കെ പറഞ്ഞാലും ദേശാഭിമാനി രാവിലെ വായിക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ല. എന്താ ചെയ്യുക?
നേരറിയാൻ നേരത്തെ അറിയാൻ, അല്ലേ? നേരറിയാൻ നേരത്തെ അറിയാൻ, വായിക്കൂ ദേശാഭിമാനി. ദേശാഭിമാനിക്കാർ പൈസ തരണേ, നിങ്ങളെ പരസ്യമാണ്. നേരറിയാൻ നേരത്തെ അറിയാൻ. ഞാനിങ്ങനെ പറയാൻ കാരണം എന്താ അറിയൂ? കഴിഞ്ഞ ദിവസം ഈ അപ്പം ഗോവിന്ദനെ, പാർട്ടി സെക്രട്ടറി അപ്പം ഗോവിന്ദൻ പറഞ്ഞ ഒരു എന്താ പറയാ, അങ്ങനെ പറയാൻ പാടില്ല. ഈ ദേശാഭിമാനിയിൽ വരുന്ന വാർത്തയൊന്നും സത്യമായിക്കൊള്ളണം എന്നില്ല എന്നാണ് മൂപ്പര് പറഞ്ഞത്. ദേശാഭിമാനിയിൽ വരുന്ന വാർത്തകളൊന്നും സത്യമായിരിക്കണം എന്നൊന്നുമില്ല. അതിൽ കള്ള വാർത്തകൾ വരും, തെറ്റായ വാർത്തകൾ വരും എന്ന് പറയുന്ന ആരാണെന്ന് അറിയൂ? അപ്പം ഗോവിന്ദൻ. പിന്നെ അപ്പം ഗോവിന്ദൻ ആയതുകൊണ്ട് പിന്നെ എന്തും പറയാം. കാരണം അങ്ങേർക്ക് ഒന്നിനെ കുറിച്ചും ഒരു ബോധവും ഇല്ലാത്ത ഒരു കളിമാഷ് ആയതുകൊണ്ട് കളിമാഷക്ക് എന്തും പറയാം. അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല കേട്ടോ. ഒരു സാധാരണ മനുഷ്യന്മാരെക്കാൾ IQ EQ ഒക്കെ കുറവായ ഒരു പെട്ടി തൂക്കി, അത്രയേ ഉള്ളൂ. ഒരു പെട്ടി തൂക്കി, പിണറായി വിജയന്റെ മറ്റൊരു പെട്ടി തൂക്കി, അത്രയേ ഉള്ളൂ ഗോവിന്ദൻ. എന്തായാലും ഇന്നത്തെ പത്രത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് പെട്ടിതൂക്കി ഗോവിന്ദന്റെ പെട്ടിതൂക്കി അഥവാ പറ്റിത്തീനി, പെട്ടിതൂക്കി അഥവാ പറ്റിത്തീനി ഓർ നക്കിത്തീനി, ഇങ്ങനെയൊക്കെ വിളിക്കാം. ഇതൊക്കെയാണ് ശരി. അതല്ലാതെ പാർട്ടി സെക്രട്ടറി എന്നൊന്നും പറഞ്ഞാൽ നമ്മൾ വെറുതെ പാർട്ടി എന്താ പറയാ, മഹാന്മാരായ ഒരുപാട് പാർട്ടി സെക്രട്ടറിമാര്, അല്ലെ? CPM-ന്റെ പ്രഗത്ഭരായ മഹാന്മാരായ സംസ്ഥാന സെക്രട്ടറിമാര് ഉണ്ടായിരുന്നു നമുക്ക്. അതുകൊണ്ട് MV ഗോവിന്ദനെ ദയവ് ചെയ്താലും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന് വിളിക്കരുത്. അതിന് പകരം പിണറായി വിജയന്റെ ആസനം കഴുകി എന്ന് പറയണ്ട, അതൊരു സഭ്യമായ പ്രയോഗമല്ലാത്തത് കൊണ്ട് ആസനം കഴുകി എന്ന് നമ്മൾ പറയുന്നില്ല. പിണറായി വിജയൻ ഒറ്റക്ക് തന്നെയാണ് ആസനം കഴുകുന്നത് എന്ന് നമ്മൾ വിചാരിക്കാം, അല്ലേ? നമ്മളാണ്ട് വിചാരിക്കാം. പക്ഷേ പിണറായി വിജയന്റെ പെട്ടിതൂക്കിയാണ്, പിണറായി വിജയന്റെ പറ്റിത്തീനിയാണ്, പിണറായി വിജയന്റെ നക്കിത്തീനിയാണ്, പെറുക്കിത്തീനിയാണ്, ഒക്കെ ആണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള MV ഗോവിന്ദന്റെ ദേശാഭിമാനി എഡിറ്റോറിയൽ പേജിൽ ഒരു 1/2 പേജോളം ദൈർഘ്യമുള്ള ഒരു ലേഖനമാണ് ഓഹരി വിൽപ്പനയിലൂടെ തുറമുഖ കൊള്ള. എന്താണ്? ഓഹരി വിൽപ്പനയിലൂടെ തുറമുഖ കൊള്ള. ഇതെല്ലാവരും വായിക്കേണ്ടതാണ് കേട്ടോ. ഇതെല്ലാവരും വായിക്കേണ്ടത്. എന്താ, ആരാ ഇയാൾക്ക് ഇത് എഴുതി കൊടുത്തതാണല്ലോ? ഒന്നുകിൽ ഇയാൾക്ക് ഇത് എഴുതി കൊടുത്തത് കിണറേഷ്. അപ്പം ഗോവിന്ദൻ എന്തായാലും ഇങ്ങനെ ഒരു ലേഖനം എഴുതാൻ പറ്റില്ല എന്ന് നമുക്കൊക്കെ അറിയാം. കളിമാഷക്ക് അറിയില്ല. എഴുതി കൊടുത്തിട്ടുണ്ടാവുക ആരായിരിക്കും? കിണറേഷിന്റെ ഇന്നലെ മെനിയാന്നൊക്കെ കിണറേഷ് ഇങ്ങനെ മസിൽ പിടിച്ചുകൊണ്ട് കിണറേഷ് വാദിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ, അത് വേറെ. അത് ഇതിന്റെ കൂടെ പറയാൻ പറ്റില്ല. അത് പോട്ടെ, അത് വേറെ. ഒന്നുകിൽ കിണറേഷ് ആയിരിക്കണം എഴുതി കൊടുത്തത്, അല്ലെങ്കിൽ ബ്രിട്ടാഷ് ആയിരിക്കണം. ബ്രിട്ടാഷ് അല്ല, ബ്രിഡ്ജാസ് ആയിരിക്കണം എഴുതി കൊടുത്തത്. ആരെങ്കിലും ആവട്ടെ. മറ്റൊരു പറ്റിത്തീനി എഴുതി കൊടുത്ത ഈ ലേഖനത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ഈ ലേഖനം ഇങ്ങനെ കുറുക്കിയെടുത്താൽ ഇതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം താഴിട്ട് പൂട്ടണം. അതാണ് ഒറ്റ വാചകത്തിൽ ഈ ലേഖനം നമ്മളോട് പറയുന്നത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രവർത്തിപ്പിക്കേണ്ട, അത് പൂട്ടിക്കാളി, അല്ലെങ്കിൽ ഞങ്ങൾ പൂട്ടും. നിങ്ങൾ പൂട്ടിയില്ലെങ്കിൽ ഞങ്ങൾ പൂട്ടിക്കും. കാരണം ഞങ്ങൾ പൂട്ടിക്കൽ പ്രസ്ഥാനമാണല്ലോ, അല്ലേ? ലോകത്ത് ഏറ്റവും കൂടുതൽ വ്യവസായശാലകൾ പൂട്ടിച്ച പ്രസ്ഥാനമാണ് കേരളത്തിലെ CPM-കാർ. അപ്പം ഗോവിന്ദൻ അർത്ഥശങ്കക്കിടയില്ലാതെ പറയുകയാണ് വിഴിഞ്ഞം വെച്ച് ഇപ്പൊ സതീശൻ വന്നിട്ട്, സതീശന് ഭയങ്കര എന്താ പറയാ പ്ലാനിങ് ആണ്. കടൽ തീരം, കടല്, തുറമുഖങ്ങൾ തമ്മിലുള്ള എന്താ പറയാ ഒരു പാരസ്പര്യം, ഇതൊക്കെ ചേർത്തിട്ട് കേരളത്തെ അങ്ങോട്ട് വികസിപ്പിച്ചാളാം എന്നൊക്കെയാണ് സതീശൻ കരുതിയതെങ്കിൽ, സതീശ ആ പരിപ്പ് വേവൂല മോനെ, ഞങ്ങൾ സമ്മതിക്കൂല എന്നാണ് ആര് പറയുന്നത്? അപ്പം ഗോവിന്ദൻ പറയുന്നത്. വിഴിഞ്ഞം വെച്ച് കണ്ട ഒരു കളിയും വേണ്ട. കഴിഞ്ഞ 10 കൊല്ലം ഞങ്ങള് വിഴിഞ്ഞത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു. അദാനി ഞങ്ങളുടെ പാർട്ട്ണറൊക്കെ ആയിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാണ്? ഭരണം പോയി കഴിഞ്ഞാൽ പിന്നെ ഇനി വിഴിഞ്ഞം വേണ്ടാതെ. എന്തിനു വിഴിഞ്ഞം എന്ന് പറഞ്ഞാൽ കടൽ കൊള്ള. എന്താണ് കടൽ കൊള്ള? പണ്ട് പറഞ്ഞത് ഇവർ ആവർത്തിക്കുകയാണ്. അപ്പൊ ഈ പുതിയ പശ്ചാത്തലത്തിൽ ഇവരാകെ ഉറഞ്ഞു തുള്ളുന്നത്, ഇവരുടെ ആത്യന്തികമായ ലക്ഷ്യം എല്ലാവരും ചോദിക്കുന്നുണ്ട്, അല്ലെ? ഇതിന്റെ ഇടയിൽ എല്ലാവരും ചോദിക്കുന്നത് എന്താ പ്രശ്നം? VD സതീശനും കഴിഞ്ഞ ദിവസം ബുധനാഴ്ചത്തെ മന്ത്രിസഭാ യോഗം കഴിഞ്ഞുള്ള പത്രസമ്മേളനത്തിൽ VD സതീശൻ കൃത്യമായി ഈ മാപ്രകളോട്, എന്ന് പറഞ്ഞാൽ ഈ ഇടതുപക്ഷത്തെ പിന്താങ്ങുന്ന മാപ്രകളോട് ചോദിച്ചു, എന്താണ് ഈ സർക്കാർ ചെയ്ത തെറ്റ്? ആരും പറയുന്നില്ല. ഇപ്പൊ
വി.ഡി. സതീശൻ എന്താണ് ഇതിൽ ചെയ്തത്? അപ്പോഴേ പറയുന്നു മംഗലാപുരം യാത്ര, മംഗലാപുരം യാത്ര, മംഗലാപുരം യാത്ര. എടോ, മംഗലാപുരത്ത് പോയി. പക്ഷെ മംഗലാപുരത്ത് പോയിട്ട് എന്ത് ഫേവറാണ് ചെയ്തു കൊടുത്തത്? എന്ത് ഫേവറാണോ ചെയ്തു കൊടുത്തത്? അവിടെ പോയിട്ട് ആരെയാണോ കണ്ടത്? എന്ത് ഫേവറാണ് ചെയ്തു കൊടുത്തത്? അതൊന്നും ആരും പറയുന്നില്ല. പോയി, മംഗലാപുരത്ത് പോയി. സതീശൻ പലയിടത്തും പോകടോ, സതീശൻ പലയിടത്തും പോകും. മുഖ്യമന്ത്രിയായ ശേഷമല്ല പോയത്. ഞാനത് വളരെ വ്യക്തമായി ഇന്നലെ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്. അതുകൊണ്ട് അത് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഞാൻ വീണ്ടും അപ്പം ഗോവിന്ദനിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പൊ അപ്പം ഗോവിന്ദൻ അർത്ഥസംഘക്കിടയില്ലാതെ പറയുന്നു, വിഴിഞ്ഞം എന്ത് ചെയ്യണം? വിഴിഞ്ഞം താഴിട്ട് പൂട്ടണം. വിഴിഞ്ഞം വെച്ചിട്ടുള്ള ഒരു പരിപാടിയും വേണ്ട. അതിനാദ്യം ചെയ്യേണ്ടത് എന്താണ്? ഈ കരാർ റദ്ദാക്കണം. അതാണ് മൂപ്പരുടെ ആവശ്യം. ഈ കരാർ, അതായത് അദാനിയുടെ കയ്യിലുള്ള, അല്ലെ, ഇവര് തന്നെയാണ് ഉമ്മൻചാണ്ടിയുടെ കരാറ്, അനുബന്ധ കരാറുകളൊക്കെ കൂട്ടിച്ചേർത്തിട്ട് കഴിഞ്ഞ 10 കൊല്ലം അദാനിനെ അങ്ങനെ തലയിൽ കയറ്റി വെച്ച ആൾക്കാര്, അദാനിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത ആൾക്കാര്, അതിനു വേണ്ടിയിട്ട് ദിവ്യായ സയ്യർ എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പണ്ടാരത്തെ അവിടെ പ്രതിഷ്ഠിച്ചുകൊണ്ട് അദാനിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ഒരു ഇടനിലക്കാരിയായി പ്രവർത്തിച്ച ദിവ്യായ സയ്യർ, അല്ലേ? അത് വേറൊരു കാര്യം. അത് ഞാൻ ഇതിൽ പറയാം, ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ അദാനിയെ സഹായിച്ച ആൾക്കാരാണ്. ഇതിന്റെ പേരിൽ എത്ര കോടികൾ ഇവർ വിഴുങ്ങി എന്നുള്ളത് വരും കാലം തെളിയിക്കും കേട്ടോ. എത്ര കോടികളാണ്. ഇപ്പൊ സതീശൻ എത്ര വാങ്ങിയെന്നൊക്കെയാണ് ചോദിക്കുന്നത്. സതീശൻ എത്ര വാങ്ങിയെന്ന് ചോദിക്കുന്നവർ കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ അദാനിയിൽ നിന്ന് എത്ര വാങ്ങി എന്ന് ഇവര് മറുപടി പറയേണ്ടി വരും. അദാനി എത്ര പ്രാവശ്യം ഇവിടെ സെക്രട്ടേറിയറ്റിൽ വന്നു, എത്ര പ്രാവശ്യം ക്ലിഫ് ഹൗസിൽ വന്നു, എത്ര പ്രാവശ്യം AKG സെന്ററിൽ വന്നു, എത്ര പ്രാവശ്യം ഇവരുടെ അതിഥിയായി, ഇതൊക്കെ നാട്ടുകാർക്ക് അറിയുന്ന കാര്യമാണ്. അപ്പൊ ഗോവിന്ദൻ പറയുന്നു, ഈ കരാർ അദാനിയുടെ കൈവശമുള്ള 49% ഓഹരി MSC കമ്പനിക്ക് വിൽക്കാൻ പാടില്ല. ഇപ്പുണ്ടായ ഈ സംഭവം മുഴുവനും ദുരൂഹമാണ്. എന്താണ് ദുരൂഹം? ഇതിലൊരു ദുരൂഹതയും നാട്ടുകാർക്ക് മനസ്സിലായില്ല. അതായത് അദാനിക്ക് എപ്പം വേണമെങ്കിലും അദാനിയുടെ കൈവശമുള്ള 49% ഷെയർ ലോകത്തെ ആർക്കു വേണമെങ്കിലും വിൽപ്പന നടത്താം. അപ്പൊ ഇവർ പറയുന്നത്, ഇവർ ഇതുവരെ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട എനിക്ക് മനസ്സിലായത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 10 ദിവസമായിട്ട് ഇത് സംബന്ധിച്ച് ഉയരുന്ന ആരോപണങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ, ഇവരെല്ലാവരും പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 ആരോപണങ്ങളാണ്. ഒന്ന്, ഇങ്ങനെ ഒരു കരാറിന്റെ കാര്യം ആദ്യം സംസ്ഥാനത്തെ അറിയിച്ചില്ല ആണല്ലോ. സംസ്ഥാനത്തെ മുൻകൂറായി അറിയിച്ചില്ല. ഇങ്ങനെ ഒരു കരാറിന്റെ കാര്യം അറിയിക്കാതെ ഒപ്പുവെച്ചു. അതുവരെ എന്താ പറയാ, വിൽപ്പന നടത്തി എന്നൊക്കെയാണ് പറയുന്നത്. വിൽപ്പന നടത്തി, ആ കാര്യമൊക്കെ സംസ്ഥാനത്ത് നിന്ന് മറച്ചു വെച്ചു എന്നുള്ളതായിരുന്നു ഇവരുടെ ആദ്യത്തെ ആരോപണം. അറിയാലോ, ആദ്യത്തെ ആരോപണം എന്താണ്? ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ഈ കരാർ എന്ന് പറഞ്ഞാൽ അദാനിയുടെ കൈവശമുള്ള, പച്ചയെ പറഞ്ഞാൽ ഇതാണ്, അദാനിയുടെ കൈവശമുള്ള ഓഹരിയുടെ 49% MSC എന്ന് പറയുന്ന മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് വിറ്റു, കച്ചവടം നടത്തി, സംസ്ഥാനത്തെ അറിയിച്ചില്ല. ഇതായിരുന്നു ആദ്യത്തെ വെടി. ആൾക്കാരൊക്കെ അമ്പരുന്നു, അദാനി എന്ത് പണിയാ ചെയ്തത്, സംസ്ഥാനത്തെ അറിയിക്കണ്ടേ? അപ്പോഴാണ് ഇതിന്റെ വ്യക്തമായ ചട്ടങ്ങൾ ജനങ്ങൾക്ക് ലഭിക്കുന്നത്. പക്ഷെ ഇവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. മനസ്സിലായെങ്കിലും ഇവർ മനസ്സിലായില്ല എന്ന് നടിക്കുകയാണ്. അതായത് അദാനി ഇങ്ങനെ ഒരു ഷെയർ കൈമാറ്റം ചെയ്യുമ്പോ അദാനി കമ്പനി ചെയ്യേണ്ട കാര്യം, ആദ്യം അത് ഒരു ബൈൻഡിങ് അഗ്രിമെന്റ് ഉണ്ടാക്കണം. ആദ്യം തത്വത്തിൽ ഒരു ധാരണയിലെത്തണം, അത് ഒപ്പുവെക്കണം. അതിനെ സംസ്ഥാനത്തെ അറിയിക്കേണ്ട. അത് കഴിഞ്ഞിട്ട് സെബിയെ അറിയിക്കണം. അത് കഴിഞ്ഞിട്ട് പബ്ലിക്കിനെ അറിയിക്കണം. 4ാം ഘട്ടമാണ് സംസ്ഥാനത്തെ അറിയിക്കേണ്ടത്. ആ 4ാം ഘട്ടം വളരെ കൃത്യമായി അദാനി 2 കത്തുകളിലൂടെ സംസ്ഥാനത്തെ അറിയിച്ചിട്ടുണ്ട്. ഒരു കത്തല്ല, ഒരു കത്തിന് പുറമെ മറ്റൊരു വിശദീകരണ കത്ത് കൂടി കൊടുത്തിട്ട് സംസ്ഥാനത്തെ അറിയിച്ചിട്ടുണ്ട്. ഇനി സംസ്ഥാനത്തിന്റെ പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് കേന്ദ്രത്തിലേക്ക് പോകണം. കേന്ദ്രത്തിന്റെയും അനുവാദം കിട്ടിക്കഴിഞ്ഞാൽ അതിനുശേഷം മാത്രമേ ഈ കരാർ ഒപ്പുവെക്കുകയുള്ളൂ. മനസ്സിലായല്ലോ? അപ്പൊ ഇവരുടെ ആദ്യത്തെ വെടി ചീറ്റിപ്പോയി. മുൻകൂർ അറിയിച്ചില്ല. ഈ മുൻകൂർ എന്ന് പറയുമ്പോൾ ഇതെന്ത് കൂറാണെന്ന് വിചാരിക്കണ്ട. അതായത് ഈ ഒരു കരാറിൽ ഒപ്പുവെക്കുന്നതിന് മുമ്പ് സംസ്ഥാനത്തെ അറിയിക്കണം. അത്രയേ ഉള്ളൂ. സംസ്ഥാനത്തെ മാത്രം അറിയിച്ചാൽ പോരാ. അതാ ഞാൻ പറഞ്ഞത്. കരാറിൽ ഒപ്പുവെക്കും മുമ്പ് സംസ്ഥാനത്തെ മാത്രം അറിയിച്ചാൽ പോരാ. അതിന് മുമ്പേ അറിയിക്കേണ്ടത് സെബിയെ അറിയിക്കണം, സംസ്ഥാനത്തെ അറിയിക്കണം, കേന്ദ്രത്തെ അറിയിക്കണം, ഇവർക്ക് അറിയിക്കണം. അതിന്റെ ഭാഗമായിട്ട് സംസ്ഥാനത്തെ അറിയിച്ചു കഴിഞ്ഞു. ഇവർ പറയുന്നത് അതിനും നേരത്തെ. അതെന്താ എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതിനേക്കാളൊക്കെ നേരത്തെ, അതായത് ഇങ്ങനെ ഒരു ആലോചന തുടങ്ങും മുമ്പ് തന്നെ
തങ്ങളുടെ കൈവശമുള്ള 49% ഷെയറുകൾ MSC എന്ന് പറയുന്ന കമ്പനിക്ക് വിൽപ്പന നടത്താൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എന്താ പറയാ, അങ്ങനെയുള്ള ഒരു തീരുമാനമല്ല, അതിനുള്ള ഒരു ശ്രമം തുടങ്ങും മുമ്പ് തന്നെ, അതിപ്പോ എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലേ. അതായത് MSC കമ്പനി ഈ ഷെയർ വാങ്ങാൻ തീരുമാനിക്കുന്നതിന് മുമ്പ്, അദാനി കമ്പനി തന്റെ കൈവശമുള്ള 49% ഷെയർ വിൽക്കാൻ തീരുമാനിക്കുന്നതിന് മുമ്പ്, ഇതിന്റെയൊക്കെ മുമ്പ് ആദ്യം സംസ്ഥാന സർക്കാരിനെ അറിയിക്കണം. ഇതെങ്ങനെയപ്പോ ശരിയാകുക? ഈ ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങാൻ വേണ്ടിയിട്ട് ചില്ലറ 100 രൂപ 200 ഷെയർ അല്ലല്ലോ, 13,000 കോടിയുടെ ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ്. ഇത് വരുന്ന സമയത്ത് തീർച്ചയായും ഇതിന് മാസങ്ങളോളം ചർച്ച നടത്തിയിട്ടാണ് ഇത് അവസാനം ഒരു ഏകദേശ രൂപം ഉണ്ടാക്കുക. എന്നാ എത്ര ശതമാനം വാങ്ങണം, അല്ലെ, എത്ര ശതമാനം വാങ്ങണം, എത്രയാണ് അതിന് ക്യാഷ് കൊടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ച്, ആ ക്യാഷിനെ എപ്പം കൊടുക്കണം തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ച് വിശദമായ ചർച്ചകൾ നടത്തുവര്. ആ ചർച്ചകളാണ് യഥാർത്ഥത്തിൽ 2025 തുടങ്ങിയത്, കഴിഞ്ഞ വർഷം ഇവിടെ ഭരിക്കുന്നത് VD സതീശൻ അല്ലല്ലോ. എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ കാര്യങ്ങളാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു, MSC കമ്പനിയെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്നത് P രാജീവ് എന്ന് പറയുന്ന കഴിഞ്ഞ പ്രാവശ്യത്തെ വ്യവസായ മന്ത്രിയാണ്. അപ്പൊ P രാജീവും ഈ പറയുന്ന അപ്പം ഗോവിന്ദനും പിണറായി വിജയനും കഴിഞ്ഞ തുറമുഖ മന്ത്രിയായിരുന്ന VN വാസവനും കഴിഞ്ഞ MD ആയിരുന്ന ദിവ്യ എസ് അയ്യരും ഇപ്പറഞ്ഞ ആൾക്കാർ മുഴുവനുമാണ് MSC കമ്പനിയെ കൈപിടിച്ചു കൊണ്ടുവന്നത്. എന്നിട്ടാണ് ഇവര് ഈ കരാറിൽ എന്ത് ചെയ്യുന്നത്, ഒപ്പുവെക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. ആ തീരുമാനത്തിന്റെ ഓരോരോ ഘട്ടമായി അതിലേക്ക് എത്തിച്ചേരാനുള്ള നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങളുടെ ഭാഗമായി സംസ്ഥാന സർക്കാരിനെ അറിയിക്കേണ്ട ഘട്ടത്തിൽ അറിയിച്ചു. സംസ്ഥാന സർക്കാർ എനിക്ക് തോന്നുന്നു അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതിന്റെ പെർമിഷൻ കൊടുക്കും. തീർന്നു എന്ന് പറഞ്ഞാൽ ഇവരുടെ ആദ്യത്തെ വെടി ചീറ്റിപ്പോയി. എന്താ ചെയ്യാ അല്ലേ? കാരണം വെക്കുന്ന വെടികൾ മുഴുവനും ജിൻഡോ ജോൺ കഴിഞ്ഞ ഒരു TV ചർച്ചയിൽ പറഞ്ഞ പോലെ ഈ CPM-കാർ വെക്കുന്ന വെടികൾ മുഴുവനും ഇവരുടെ കാലിലാണ് കൊടുക്കുന്നത്. ഇവര് വെക്കുന്ന വെടികൾ മുഴുവൻ ഇവരുടെ സ്വന്തം കാലിലാണ് കൊടുക്കുന്നത്. മൂപ്പര് അത്യാവശ്യം സംസ്കാര സമ്പന്നമായ ഭാഷയിലാണ് സംസാരിച്ചത്, അല്ലെങ്കിൽ കാലിലല്ല ആസനത്തിലാണ് കൊടുക്കുന്നത് വെക്കുന്ന വെടികൾ മുഴുവനും. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. CPM എപ്പൊക്കെ വെടി വെച്ചിട്ടുണ്ടോ ആ വെടി മുഴുവനും കുടുങ്ങിയത് അവരുടെ സ്വന്തം ആസനത്തിലാണ്. അത് കാരണഭൂതത്തിന്റെ മരുവനാണെങ്കിലും ഈ പറയുന്ന പെട്ടിതൂക്കികളാണെങ്കിലും എല്ലാവരും വെക്കുന്ന വെടികൾ മുഴുവനും തിരിഞ്ഞു വന്ന് കൊള്ളുന്നത് സ്വന്തം മൂക്കിലാണ്. സ്വന്തം മൂട് കത്തിക്കരിയുമ്പോഴേ ഇവർക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്ന അങ്ങനെ ആദ്യത്തെ വെടി ചീറ്റി. ഈ കരാറ് നേരത്തെ തന്നെ അറിയിച്ചില്ല എന്നുള്ള സാധനമായിട്ട് ചീറ്റിപ്പോയി. പിന്നെ പറയുന്നത് എന്താണ്? രണ്ടാമത്തെ സംഭവമായിരുന്നു കുത്തകവൽക്കരണം. ഈ പോർട്ടിനെ കുത്തകവൽക്കരണത്തിന് ഞങ്ങൾ അനുവദിക്കില്ല. എന്താണ്? വിഴിഞ്ഞം പോർട്ടിനെ കുത്തകവൽക്കരിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ആരുടെ കുത്തകവൽക്കരണം? ഈ പറയുന്ന MSC കമ്പനിയുടെ കുത്തകവൽക്കരണത്തിന് ഞങ്ങൾ അനുവദിക്കില്ല. MSC കമ്പനി ഇങ്ങനെ കുത്തക എടുക്കണ്ട. എടോ, MSC കമ്പനി കുത്തക എടുക്കരുത് എന്ന്, ഒരു കമ്പനിയും കുത്തക എടുക്കരുത് എന്ന് ഈ കരാറിലുണ്ടോ. അതാണ് കഴിഞ്ഞ പ്രാവശ്യം സതീശൻ പറഞ്ഞത്. കഴിഞ്ഞ ഈ പത്രസമ്മേളനത്തിൽ സതീശൻ പറഞ്ഞു, നിങ്ങൾ കരാറ് വായിക്കടോ, കരാറ് വായിക്കും. നിങ്ങൾ കരാറിൽ വളരെ വ്യക്തമായിട്ട് ഈ കരാർ ഉമ്മൻചാണ്ടിയുടെ കാലം മുതൽക്ക് തന്നെ ആ കരാറിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ഇതിൽ കുത്തകവൽക്കരണം പാടില്ല. എല്ലാ കമ്പനികൾക്കും വിഴിഞ്ഞത്തെ ഏതൊക്കെ കപ്പലുകൾക്ക് വരാൻ ആഗ്രഹമുണ്ടോ അവർക്കൊക്കെ വരാനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കണം. MSC കമ്പനിയുടെ കപ്പലുകൾക്ക് മാത്രമല്ല. അവിടെയാണ് ഇവരുടെ ഒരു ദുഷ്ടലാക്ക് CPM-ന്റെ. എന്താണെന്നറിയോ? ഇവരുടെ ഭരണകാലത്ത് കഴിഞ്ഞ തവണ 1000 കപ്പലുകൾ, കൃത്യമായി പറഞ്ഞാൽ 933 കപ്പലുകൾ. ഇത് ഏതുവരെയുള്ള കണക്കാണെന്ന് വെച്ചാൽ ഈ LDF-ന്റെ ഭരണകാലത്ത് വിഴിഞ്ഞം തുറമുഖത്തേക്ക് വന്നത് 933 കപ്പലുകളാണ്. ഇതിൽ ആർക്കും വിയോജിപ്പില്ല. ഇത് കൃത്യമായ രേഖയാണ്. 933 കപ്പലുകൾ വന്നു. ഈ 933 കപ്പലുകളിൽ 928 കപ്പലുകളും ആരുടെ കപ്പലുകളായിരുന്നു? MSCയുടെ കപ്പലുകളായിരുന്നു. അതിലേ സാധ്യതയുള്ളൂ. എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഷിപ്പിംഗ് വ്യവസായത്തെ നിയന്ത്രിക്കുന്നത് ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനി ഭീമന്മാരാണ് MSC കമ്പനി. അതുകൊണ്ട് MSC കമ്പനിയുടെ 928 കപ്പലുകൾ, മറ്റ് കമ്പനികളുടെ ആകെ 5 കപ്പലുകളെ വന്നിട്ടുള്ളൂ. അപ്പൊ ഇവര് MSCക്ക് കുത്തക കൊടുക്കരുത്, MSC വേണ്ട എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അന്തം കമ്മികളെ പറയടോ. ഇവരുടെ ഒരേ ലക്ഷ്യം എന്താണ്? MSC വേണ്ട, MSC പോയിക്കോട്ടെ. ഈ ചർച്ചകളിലൊക്കെ വന്നിരുന്നിട്ട് ന്യായീകരണ തൊഴിലാളികൾ പറയുന്നത് എന്തിന് MSCയുടെ പിന്നാലെ എന്തിനു പോകുന്നു? MSC പോട്ടെ. ഈ കരാറിൽ ഒപ്പുവെക്കാൻ പാടില്ല. ഈ കരാറിന് അനുമതി കൊടുക്കാൻ പാടില്ല. സംസ്ഥാന സർക്കാർ ഈ കരാറിന് അനുമതി കൊടുക്കാൻ പാടില്ല. ഇവരുടെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? MSC കമ്പനിയുടെ കപ്പലുകൾ വരാൻ പാടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയാട്ടെ, MSC കമ്പനിയുടെ കപ്പലുകൾ വിഴിഞ്ഞം തുറമുഖത്തേക്ക് വന്നില്ല എങ്കിൽ എന്താ സംഭവിക്കുക?
വിഴിഞ്ഞം പൂട്ടിപ്പോകില്ലേ? ഈ കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടയിൽ ആകെ വന്നത് 5 കപ്പലുകൾ. ആ 5 കപ്പലുകൾ മതിയോ? പറ, നിങ്ങൾ പറ, അന്തകമ്മികൾ പറ. നിങ്ങളെ എം എസ് സി എന്തോ ഭയങ്കര പ്രശ്നം. എം എസ് സി ഇവിടെ സതീശൻ വന്നുകൂടുമ്പോഴാണ് എം എസ് സിക്കാർ ഇങ്ങോട്ട് പറന്നു വന്നതെന്നൊക്കെ പറയുന്നത്. എടോ കൂട്ടരെ, എം എസ് സി ഇല്ലെങ്കിൽ, എം എസ് സി എന്ന് പറയുന്ന ഈ ആഗോള ഷിപ്പിംഗ് ഭീമനെ വിഴിഞ്ഞത്ത് നിന്ന് നിങ്ങൾ അട്ടി ഓടിക്കുകയാണെങ്കിൽ അവിടെ വന്നതാകെ 5 കപ്പലുകൾ എന്ന് പറഞ്ഞാൽ വിഴിഞ്ഞം തുറമുഖം അടച്ചു പൂട്ടും. അപ്പൊ അടച്ചു പൂട്ടണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം. എന്നാണ് ഇത് അടച്ചു പൂട്ടണം. ഇതിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത് കുത്തകവൽക്കരണം. ഇത് ഈ എം എസ് സിക്ക് 49% ഷെയർ കൂടി കൊടുത്തു കഴിഞ്ഞാൽ അതാ പറയുന്നത്. നേരത്തെ തന്നെ ഒരു ഷെയറും കൊടുക്കാതെ തന്നെ വന്നത് മുഴുവൻ എം എസ് സിയുടെ കപ്പലുകളാണ്. ഇനി എം എസ് സിക്ക് 49% ഷെയർ കൂടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എം എസ് സിയുടെ കപ്പലുകളേ വരുള്ളൂ. അത് വരാൻ പാടില്ല. എടോ, ആരുടെങ്കിലും കപ്പൽ വന്നോട്ടോ? ഏത് കമ്പനിയുടെ കപ്പലുകളാണ് ഇവിടെ വരണ്ടാന്ന് പറഞ്ഞത്? ഒരു വരാത്തിന് ഇപ്പൊ എന്ത് ചെയ്യാനാണെന്നേ? അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ എല്ലാ വ്യവസായശാലകളും, കേരളത്തിലെ എല്ലാ വ്യവസായശാലകളും നിങ്ങൾ അടച്ചുപൂട്ടിയത് ഇങ്ങനെയാണ്. നിങ്ങൾ വികസന വിരുദ്ധരാണ്. നിങ്ങൾ നാട് പുരോഗമിക്കാൻ, നാട് വികസിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കാരണം നാട് വികസിച്ചാൽ നാട്ടുകാർക്ക് ക്ഷേമം, എന്താ പറയാ, അവരുടെ ഒരു ക്ഷേമ രാഷ്ട്രത്തിലേക്ക് അവര് മുന്നേറുമ്പോ നിങ്ങൾക്കത് സഹിക്കില്ല. കാരണം നിങ്ങൾക്ക് ഇവിടെ ഇൻഗ്ലാബ് വിളിക്കാൻ ആളെ കിട്ടില്ല, നിങ്ങൾക്ക് ഇവിടെ വെട്ടിക്കൊല്ലാൻ ആളെ കിട്ടിയില്ല, നിങ്ങൾക്ക് കൊട്ടേഷൻ ടീമിനെ കിട്ടിയില്ല. അല്ലടോ, അതല്ല കാര്യം. അത് തന്നെയാണ് എന്നാണ് ഈ ലേഖനത്തിൽ എം വി ഗോവിന്ദൻ എന്ന് പറയുന്ന അപ്പം ഗോവിന്ദൻ പറയുന്നു. ഓരോ വരിയിലും പറയുകയാണ്, അസഹിഷ്ണുത പറയുകയാണ്. ഈ കരാർ പറ്റില്ല, ഈ കരാർ ദുരൂഹമാണ്, പറ്റില്ല.